കൊച്ചി കാക്കനാട് DLF ഫ്ളാറ്റിൽ വീണ്ടും കുടിവെള്ളത്തിൽ മാലിന്യം കലർന്നതായി സംശയം. വയറിളക്കവും ഛർദിയുമായി 25 പേർ ചികിത്സ തേടി. ആരോഗ്യ വിഭാഗം വെള്ളത്തിന്റെ സാമ്പിളുകൾ ശേഖരിച്ചു. ലിഡിയ ജേക്കബ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവയ്ക്കാൻ ചേരുന്നുണ്ട്. ലിഡിയ, നേരത്തെയും ഇത്തരത്തിൽ ഇതേ ഫ്ളാറ്റിൽ നിന്ന് തന്നെ നിരവധി ആളുകൾക്ക് ഭക്ഷ്യവിഷബാധ ഉണ്ടായ സാഹചര്യമൊക്കെ വന്നിരുന്നു. അപ്പോൾ നിലവിൽ എന്താണ് അവസ്ഥ? ഈ ചികിത്സ തേടിയ ആളുകളുടെയൊക്കെ ആരോഗ്യസ്ഥിതി എങ്ങനെയാണ്? അതോടൊപ്പം തന്നെ ഇതിനു ശേഷവും ഇത്തരത്തിൽ കുടിവെള്ളത്തിൽ മാലിന്യം കലർന്നത് എങ്ങനെ എന്ന കാര്യം കൂടി പരിശോധിക്കേണ്ടതുണ്ട്. ആരോഗ്യ വിഭാഗം അടക്കം നൽകുന്ന വിശദീകരണം എന്താണ്? സ്നേഹ, കഴിഞ്ഞ ജൂണിലും സമാനമായ രീതിയിലൊരു പ്രശ്നമുണ്ടായിരുന്നു. അന്ന് 300ഓളം പേർ ഇത്തരത്തിൽ വയറിളക്കവും ഛർദിയും അടക്കമുള്ള വിവിധ അസുഖങ്ങൾ പിടിപെട്ട് ചികിത്സയിലുണ്ടായിരുന്നു. ആ ഒരു സാഹചര്യം കഴിഞ്ഞാണ് അതിൽ 300ഓളം പേർ ചികിത്സ തേടി. അത് കഴിഞ്ഞ് ഈക്കോളി ബാക്ടീരിയയുടെ ഒരു സാന്നിധ്യവുമൊക്കെ റിപ്പോർട്ട് ചെയ്ത് സൂപ്പർ ക്ലോറിനേഷൻ അടക്കമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം ഇപ്പോൾ വീണ്ടും ഇത്തരത്തിൽ 25ഓളം പേർ വയറിളക്കവും ഛർദിയും അടക്കമുള്ള രോഗങ്ങളുമായി ചികിത്സയിലാണ് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. നിലവിൽ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ആരോഗ്യ വിഭാഗം പരിശോധന നടത്തി വരികയാണ്. ഈക്കോളി ബാക്ടീരിയയുടെ അംശമുണ്ടോ, സാന്നിധ്യമുണ്ടോ എന്നൊക്കെ പരിശോധനയിലൂടെ തന്നെ കണ്ടെത്തേണ്ടതുണ്ട്. ഇന്ന് കൂടുതൽ ആരോഗ്യ പ്രവർത്തകരെത്തി പരിശോധന നടത്തുന്നുണ്ട്. ഓരോ അപ്പാർട്ട്മെന്റുകളും കേന്ദ്രീകരിച്ച് സർവേകളും കാര്യങ്ങളും ഒക്കെ നടത്തും. അത്തരത്തിൽ നടപടികളൊക്കെ നടത്തിയാൽ മാത്രമേ എന്താണ് കൃത്യമായിട്ടുള്ള വിവരം, എത്ര പേർക്ക് ഇത്തരത്തിൽ രോഗം പിടിപെട്ടിട്ടുണ്ട്, എന്താണ് അവരുടെ അവസ്ഥ എന്നൊക്കെ കൃത്യമായ രീതിയിലുള്ള ഒരു വിശദീകരണത്തിലേക്ക് എത്തണമെങ്കിൽ ഈ പരിശോധനയും കാര്യങ്ങളും ഒക്കെ കഴിയേണ്ടതുണ്ട്. നിലവിൽ 25ഓളം പേർക്ക് അസുഖം ബാധിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഈക്കോളി ബാക്ടീരിയയുടെ സാന്നിധ്യം ഉണ്ടോ എന്ന് നമുക്ക് അറിയേണ്ടതുണ്ട്. ഒപ്പം അതായത് വിവിധ ഇടങ്ങളിൽ നിന്നാണ് ഈ ഫ്ളാറ്റിലേക്ക് കുടിവെള്ളം എത്തിക്കുന്നത്. ഒരൊറ്റ ജലസ്രോതസ്സിൽ നിന്നല്ല. വാട്ടർ അതോറിറ്റി അതോടൊപ്പം കുഴൽക്കിണറിലെയും കിണറിലെയും ഒക്കെ വെള്ളം ഒരു ജലസംഭരണിയിലേക്കാക്കിയാണ് ഇത്തരത്തിൽ ഫ്ളാറ്റിലേക്ക് വെള്ളം എത്തിക്കുന്നത്. അപ്പോൾ എവിടെ നിന്നാണ് ഇത്തരത്തിൽ ഒരു സ്രോതസ് എവിടെ നിന്നാണ് എന്നതൊക്കെ കണ്ടെത്തേണ്ടതുണ്ട്. ായിട്ടുള്ള പരിശോധനയിലൂടെ മാത്രമേ അത് കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. ആ പരിശോധനയും കൂടുതൽ നടപടികളുമൊക്കെ ഇന്ന് ആരംഭിക്കും. ശരി ലിഡിയ, കൊച്ചി കാക്കനാടുള്ള DLF ഫ്ളാറ്റിലാണ് വീണ്ടും കുടിവെള്ളത്തിൽ മാലിന്യം കലർന്നതായുള്ള സംശയം ഉയരുന്നത്. 25ഓളം പേർ വയറിളക്കവും ഛർദിയുമായി ചികിത്സ തേടിയിരിക്കുകയാണ്. ലിഡിയയാണ് വിവരങ്ങൾ പങ്കുവച്ചത്.